ഏയ്, ഉറങ്ങുന്നില്ലേ? കിടന്ന് ഉറങ്ങനായരെ. മൂന്നുപേരും കൂടെ എങ്ങോട്ടാ? വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി, പ്രത്യേകിച്ച് ഗോപന്. വേറൊരുത്തനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് എന്തിനായിരുന്നില്ലേ ആ പാവത്തിനെ വെറുതെ ആശിപ്പിച്ചത്? ആരെ ആശിപ്പിച്ചു? എനിക്ക് നിങ്ങൾ പറയണ മനസ്സിലാവണില്ല. അവക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. കാർഡ് കൊടുക്കാം, ഇഷ്ടമെന്ന് പറയാം, അതിന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ട് നിനക്കിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് വിശ്വസിക്കും. ഗോപൻ നിന്നെ വിശ്വസിച്ചു. ആദ്യമായിട്ട് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. നീ ആരെ വേണമെങ്കിലും കിട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ അവന്റെ മനസ്സ് തോന്നുന്ന ശാപം ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും. ഓർത്തോ? ആരായിരുന്നു അവര്? ഗോപന്റെ ഫ്രണ്ട്സാ. ഈ ഗോപൻ എങ്ങനെ? ഗോപൻ ഒരു പാവ, ക്വൈറ്റ് നാച്ചുറൽ. നമ്മള് നെസ്റ്റിലേക്കല്ലേ? അത് ഏട്ടൻ പോയാ മതി. എനിക്കെന്തോ തലവേദന പോലെ. പോയേ പറ്റൂ. മാമോളെ, അവിടെ അരവിന്ദേട്ടനും മറ്റും കാത്തിരിക്കുന്നു. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്റെ പെങ്ങളല്ലേ? നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളവൊക്കെ ഉണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ ആരും അല്ല, ഇത് തന്നെ. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. വെൽക്കം. ഇരിക്കൂ. താനിനി പാത്തും പതിയൊന്നും ഇവിടെ കയറി വരണ്ട. ഇതിനി നിങ്ങളുടെ തറവാടാ. മിസ്റ്റർ അരവിന്ദൻ, അല്പം ഹർഡിൽസ് ഒക്കെ ഉണ്ടായാലും അവസാനം കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? താങ്ക് ഗോഡ്. കേട്ടോ ഗൗതം, ശീതളിന്റെ കാര്യത്തിൽ അല്പം അവകാശം ഈ അരവിന്ദനുമുണ്ട്. ഹി വാസ് ഹെർ ലോക്കൽ ഗാർഡിയൻ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയല്ലോ. അപ്പോ എങ്ങനെയാ ഗൗതം? വിവാഹം എപ്പോ, എവിടെ വെച്ച് നടത്തണം? പറഞ്ഞോളൂ. മാരേജ് എന്തായാലും ഡൽഹിയിൽ വെച്ച് മതി, അല്ലേ ശീതൽ? അതെ, അതാ ഞങ്ങൾക്ക് സൗകര്യം. എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും ഒരു ഉത്സവമാക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഞങ്ങൾ കോളനിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതോർത്ത് അരവിന്ദേട്ടൻ വിഷമിക്കണ്ട. കോളനിക്കാർക്ക് ഞാനൊരു സ്പെഷ്യൽ പാർട്ടി തരുന്നുണ്ട്. എന്നാ പിന്നെ നിശ്ചയം നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് നല്ല ഐഡിയ ആണ്. ഐഡിയ ഒക്കെ ഞങ്ങൾ പറയും. ഇയാൾ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. അപ്പോ പറഞ്ഞ പോലെ നിശ്ചയം ഇവിടെ, വിവാഹം അവിടെ. നാളെ തന്നെ ജോത്സ്യരെ കണ്ട് തീയതി കുറിക്കാം. എന്താ? നീ വീട്ടിൽ പോണില്ലേ? നായരെ, നിന്നെ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ല. എന്താ നിനക്ക് പറ്റിയേ? പറയ്, നിനക്ക് അവളെ വേണോ? വേണമെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ നമ്മൾ സ്വാമിനാഥനെ കണ്ട് വിവരം പറയും. നീ വിളിച്ച അവള് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരടാ. അതൊന്നും ശരിയാവില്ല. എനിക്ക് മാത്രം തോന്നിയൊരിഷ്ടം എന്റെ വിവരക്കേടുകൊണ്ട്. പോട്ടടാ. നീ ശരിക്കും ഒരു പേടിച്ചൂറിയാ. ശരിയാ, 2-3 ദിവസത്തേക്ക് അങ്ങനെ ആയേ പറ്റൂ. അത് കഴിഞ്ഞാ അവള് പോവുമല്ലോ. പിന്നെ ഒക്കെ മറക്കും. നമ്മളായിട്ട് ആരും ജീവിതം തകർക്കരുത്. അപ്പൊ നിന്റെ ജീവിതം തകർത്തോ? അതിനാരും സമാധാനം പറയും? അവള് പറയോ? അവളുടെ ആങ്ങളെ പറയോ? എനിക്കൊന്നും അറിയില്ല. എന്നൊന്ന് വെറുതെ വിടാവോ? അങ്കിൾ, ഊണ് കഴിച്ചോ? കഴിച്ചു. ഗോപൻ എത്തിയില്ലേ? എത്തിയിട്ടില്ല. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്.
ഗൗതം, ഏയ് ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഒന്നും പറയണ്ട. എവിടേക്കെങ്കിലും ഒന്ന് പോവാൻ സമ്മതിക്കണ്ടേ? മകനെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം അല്ലേ? ആ പിന്നെ ജോത്സ്യം വന്നിരുന്നു. ഞായറാഴ്ച നിശ്ചയം നടത്താന്നാ. അത് നന്നായി. എത്രയും വേഗം ചടങ്ങ് കഴിഞ്ഞാ പിന്നെ പോകാലോ. യെസ്. എവിടെ? മുകളിലുണ്ട്. ശീതൾ, ആ ഇവിടെ എങ്ങനെ? സത്യം പറഞ്ഞ ബോറടിക്കുന്നു. സമയം പോണില്ലടാ. കുറച്ച് ബോറടിക്കട്ടോ. കുറെ നാളായിട്ട് ബിസി അല്ലേ? എന്തു പറ്റി? ഏയ് അവൾക്ക് ഈ അഡ്വഞ്ചറസ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ടേ. അഡ്വഞ്ചറസോ? ആ, ഈ പിണക്കവും വഴക്കൊക്കെ തീർക്കുന്ന പരിപാടി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഏയ്, തിങ്കളാഴ്ചത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ. നാളെ പറയാം. ഇവിടുന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇതാ ഇവിടുന്ന് ഇറങ്ങ. ശരി അമ്മ, എന്നാ ഞാൻ പറഞ്ഞാ മതി. ഓക്കെ. ശീതൾ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടാ. ദേ, എല്ലാം ഭംഗിയാക്കിയിട്ട് അവസാനം ആരുടെ സ്വസ്ഥത കെടുത്തരുത്. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. ഉം. എനിക്ക് ഗോപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാനിവിടെ കുറച്ച് തിരക്കില്ല. എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഏയ്, ഞാനങ്ങനെ. ഗോപ, സ്വാമിനാഥനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് കാലായി. ഗോപനെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഗോപനെ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു സുഹൃത്തിനോടെന്ന പോലെയാ ഞാൻ ഇടപഴകിയതൊക്കെ. കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തതും അതുകൊണ്ട് തന്നെയാ. അവരെന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അപ്പോഴാ ഞാൻ അറിയുന്നത് ഗോപൻ എന്നോട്. ഏയ്, അവര് വെറുതെ വിവരക്കേടിന്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയണ്ട. തികഞ്ഞ മനസ്സോടെ ഒരു നല്ല സുഹൃത്തായി മാത്രമേ എന്നെ കാണാവൂ. ഇയാൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊരു കുഴപ്പമില്ല. ഐ എം വെരി ഹാപ്പി. പിന്നെ ഇയാള് പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ പറയാ, ഈ നല്ല സുഹൃത്തുക്കളൊക്കെ അകലുമ്പോ ഒരു വേദന ഉണ്ടാവില്ലേ? പിന്നെ എവിടം വരെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ഞായറാഴ്ച നിശ്ചയാണ്. രണ്ടുപേർക്കും എന്റെ മുൻകൂർ ആശംസകൾ. ഗൗതം പറഞ്ഞു ശീതൾ ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന്. ഞാൻ ഗോപനെ. ആ, എന്തായാലും നമുക്ക് ആ വെഡിങ് കാർഡ് സെലക്ട് ചെയ്തേക്കാം. എവിടെയാ? വെഡിങ് കാർഡിന്റെ സെക്ഷൻ അപ്പുറത്താ. വാ, നിങ്ങളങ്ങോട്ട് വാടോ. തന്റെ കലാബോധം ഒന്ന് കാണട്ടെ. അല്ല ശീതൾ, come on. ആ, ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതിപ്പോ ഔട്ട് ഓഫ് ഫാഷനാ. എന്നാ വേണ്ട? അതെ, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഗുഡ്. ഇത് കൊള്ളാലേ? ഉം. പാക്ക് ചെയ്തോളൂ. ഓ, താങ്ക് യു. പോവാം. കോട്ടെ ഗോപ. ആ